കേരളത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്ന് സവർക്കറുമായി ബന്ധപ്പെട്ട വി.ഡി. സവർക്കറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടൊരു അധ്യാപകൻ സസ്പെൻഷനിൽ ആയിരിക്കുന്നു. ഈ അധ്യാപകൻ ചെയ്ത തെറ്റ് വി.ഡി. സവർക്കറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ ആ ഒരു ചോദ്യപേപ്പർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അദ്ദേഹം സസ്പെൻഷനിലാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ രാജ്യസഭാ അംഗം സി സദാനന്ദൻ മാസ്റ്റർ ജനം ടി വിക്കൊപ്പം ചേരുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. അത് കുറേ അധികം കാലമായി കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറേ അധികം കാലം, ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതും വെറുതെ അങ്ങ് സസ്പെൻഡ് ചെയ്യുകയല്ല, മന്ത്രി പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. ആ മന്ത്രി വരുന്നത് മുസ്ലിം ലീഗിൽ നിന്നുമാണ്. ഇതിൽ കേരളത്തിൽ വലിയ വിസ്മയങ്ങൾ നടക്കുന്നു എന്നാണല്ലോ വ്യാഖ്യാനം. അത്തരത്തിലുള്ളൊരു വിസ്മയമായിട്ട് ഇതിനെ കാണേണ്ടത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ വി.ഡി. സവർക്കർ എന്ന് പറയുന്ന ചരിത്ര പുരുഷൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ എത്രമാത്രം ആവേശഭരിതമാക്കി മാറ്റി എന്നുള്ളത് ചരിത്രരേഖയുടെ സാക്ഷ്യപത്രത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കും. വി.ഡി. സവർക്കർ പുതുതലമുറയ്ക്ക് അപരിചിതനാകേണ്ട ഒരാളല്ല. വി.ഡി. സവർക്കർ ആരാണ്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് കുട്ടികൾ അറിയേണ്ടതുണ്ട്. കുട്ടികളെ ആരാണ് അറിയിക്കേണ്ടത്? അവരുടെ അധ്യാപകരാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഒരു അധ്യാപകൻ്റെ ധർമ്മമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗുരുപ്രസാദ് എന്ന അധ്യാപകൻ ചെയ്തത്. സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് എന്ന് പറയുന്നത്, ഞാനും അതിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ്. സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രബോധവും സ്വരാജ്യ സ്നേഹവും വളർത്താനുള്ള പരിപാടികൾ നടത്തുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്വിസ് പരിപാടി സംഘടിപ്പിച്ചത്. ആ ക്വിസ് പരിപാടിയിലെ ഒരു ചോദ്യം ഒരു സാധാരണ ചോദ്യവുമല്ല, ടൈ ബ്രേക്കറാണ്. ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികൾ ഒരേ മാർക്കിൽ എത്തുമ്പോൾ അത് ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് സവർക്കറെ കുറിച്ചുള്ള ചോദ്യം പ്രധാന ചോദ്യമായി വരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ചോദ്യം ആരുടെയൊക്കെയോ സ്വൈര്യം കെടുത്തുന്നതാണ്, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ താല്പര്യത്തിനെതിരാണ് എന്ന ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടാണ് ഇത് തെറ്റ് എന്ന് വിധി കൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ആ സസ്പെൻഷൻ ഉത്തരവ് ഞാൻ വായിച്ചു. അത് അങ്ങേയറ്റം കൗതുകകരമാണ്. അതിൽ പറയുന്നത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. DGE ആണ്, നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അതിൽ നേരിട്ട് മന്ത്രി ഇടപെട്ടു എന്നാണ്. അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷി, ആ മുസ്ലിം ലീഗിനെ നയിക്കുന്ന ചില ഭീകരവാദ വിധ്വംസക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവരുടെയൊക്കെ പങ്ക് സംശയിക്കേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം, ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്ന ഉത്തരവിൽ പറയുന്ന മറ്റൊന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ചോദ്യമുണ്ടാക്കിയെന്നാണ്. തെറ്റിദ്ധരിപ്പിക്കാനല്ല അദ്ദേഹം പരിശ്രമിച്ചത്, ശരിയായ ധാരണ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സവർക്കറെക്കുറിച്ചുള്ള ധാരണ നൽകുക എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് വ്യാഖ്യാനിച്ച് ആ അധ്യാപകന് നേരെ കുറ്റം ചുമത്തി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു തമാശ, ഈ ചോദ്യം നിർമ്മിച്ചത് അധ്യാപകനാണെങ്കിലും ആ ചോദ്യം അംഗീകരിക്കുകയും അത് ചോദ്യക്കടലാസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് അവിടുത്തെ സബ് ജില്ലയിലെ AEO ആണ്, അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണ്. കാരണം ഈ അധ്യാപകൻ നിർമ്മിച്ച ചോദ്യം തെറ്റായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് കണ്ടുപിടിക്കണമായിരുന്നു, അദ്ദേഹം അപ്പോൾ തന്നെ അത് ഒഴിവാക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹവും അംഗീകരിച്ചുകൊണ്ടാണ് ചോദ്യപേപ്പറിൽ ഈ ചോദ്യം വന്നത്. പക്ഷെ നടപടി വന്നിരിക്കുന്നത് ചോദ്യം തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട അധ്യാപകൻ്റെ നേരെ. അതിൽ വിഷയമായിട്ട് വരുന്നത് ഇതാണ്. അധ്യാപകരടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ BJPയുടെ നേതാക്കളൊക്കെ തന്നെ വലിയ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കർശനമായ നടപടി വേണം. ഇത് ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ സ്വാതന്ത്ര്യ സമര സേനാനിയായ വീർ സവർക്കറെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അപമാനം എന്ന രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഈ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് ആ അധ്യാപകന് പിന്തുണ നൽകാൻ, ആ അധ്യാപകനെ സമ്മർദ്ദത്തിലാക്കാൻ, ഇനിയൊരു അധ്യാപകൻ കൂടി ഇങ്ങനെ വരരുത് എന്ന ലക്ഷ്യത്തോടെയാകും സ്വാഭാവികമായും സമ്മർദ്ദത്തിലാക്കുന്നത്. അതിനെന്ത് നടപടിയാകും ഉണ്ടാകാൻ പോകുന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇന്നിപ്പോൾ അവിടെ കാസർഗോഡ് വലിയ തോതിലുള്ള അധ്യാപകർ പങ്കെടുത്ത വലിയ ബഹുജന മാർച്ച് അവിടെ നടന്നു, ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിനെതിരായിട്ട്. അതൊരു സാമൂഹ്യ വികാരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതനുസരിച്ചുള്ള പ്രതികരണം സമൂഹത്തിൽ നിന്ന് അതിശക്തമായി ഉണ്ടാകും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് BJP പോലുള്ള രാഷ്ട്രീയ കക്ഷികളും ആ വിഷയം ഉന്നയിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് രാജ്യസഭാംഗം എന്ന നിലയ്ക്ക് എനിക്കൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം വീര സവർക്കറൊക്കെ നമുക്ക് നൽകിയ ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള വേദി കൂടിയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. അതിനിടയിൽ കേട്ടു
കാസർഗോഡുകാർ തിരഞ്ഞെടുത്തയച്ച MP ബഹുമാന്യനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വന്ദേ മാതരം പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിരിക്കട്ടെ. അപ്പോൾ ആ നിലയ്ക്കല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾ അറിയണം. അതറിയിക്കാൻ ശ്രമിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേശത്തിൻ്റെ ഒരു പ്രശ്നമാണ്, രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്. ആ നിലയ്ക്ക് ഗൗരവത്തോടെ കാണും. ഞാൻ ആ നിലയ്ക്ക് രാജ്യസഭാംഗം എന്ന നിലയ്ക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നാളെ ഞാനത് സഭയിൽ ഉന്നയിക്കാൻ പോകുന്നു. രാഷ്ട്രപതി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി, അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. മേലിൽ ഇത്തരം ഒരു നടപടി ഒരു അധ്യാപകന് നേരിടേണ്ടി വരരുത് എന്ന് തന്നെയാണ് നിശ്ചയം. ഇപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വന്ദേ മാതരത്തെ അപമാനിക്കാൻ വേണ്ടി ഒരു നീക്കം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത്. ഒന്ന് ആലോചിക്കേണ്ടത്, ഇന്ത്യൻ പാർലമെൻറ്റ് നിയമപ്രകാരം വന്ദേ മാതരത്തെ ആക്ഷേപിക്കുന്നത്, അപമാനിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന രീതിയിൽ ഒരു നിയമം കൂടി കൊണ്ടുവരുന്നു, ഒരു ബില്ല് കൂടി കൊണ്ടുവരികയും അത് പാസ്സാക്കുകയും ചെയ്തു ഇരു സഭകളും. അതിനുശേഷമാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി കെ മുരളീധരനും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കം ഇങ്ങനെ തുടർച്ചയായി ആക്ഷേപിക്കുന്നത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന വ്യക്തി പാർലമെന്റ് അംഗം കൂടിയാണ്. അദ്ദേഹം കൂടി ഉൾപ്പെട്ട പാർലമെന്റാണ് ഇത് പാസ്സാക്കുകയും ചെയ്തത്. എന്താണ് ആ വിഷയത്തിലുള്ള? ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഈ മന്ത്രിമാരായും MP-മാരായും കേരളത്തിൽ വിലസി നടക്കുന്ന ഈ കൂട്ടരൊക്കെ ഏത് രീതിയിലേക്ക്, എങ്ങോട്ടാണ് നമ്മുടെ നാടിനെ നയിക്കുന്നത് എന്ന് സാമാന്യ ജനങ്ങൾ ചിന്തിക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇവരെ വിളിച്ചിരുത്തി ഇതെല്ലാം പഠിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു മന്ത്രിയാവുക, MP ആവുക എന്നൊക്കെ പറയുന്നത് സ്വന്തം മിടുക്കുകൊണ്ട് നേടിയെടുത്ത എന്തോ ഒരു വലിയ കാര്യമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അതല്ല. ഈ നാടിൻ്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അത് തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് സത്യം ചെയ്തുകൊണ്ട് സ്ഥാനം ഏറ്റെടുത്തവരാണ്. ഭരണഘടനയെക്കുറിച്ച് അംബേദ്കർജി എന്താണ് പറഞ്ഞത്? അംബേദ്കർജി പറയുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറണം. ജനാധിപത്യ സംവിധാനങ്ങളിലൊക്കെ ആ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം വേണം. അങ്ങനെ നോക്കുമ്പോൾ വന്ദേ മാതരത്തിനെതിരെ ഇവർ നടത്തുന്ന ഈ ഒരു നീക്കം ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി, ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ സംസ്കൃതിയെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ പരിശ്രമിക്കുന്ന വൈദേശിക മനസ്സുള്ള ചില ആളുകളുടെ ചിന്തകൾക്ക് വിധേയമായിക്കൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുകയാണ്. അങ്ങേയറ്റം അപലപനീയമാണത്. അത് സാമാന്യ ജനസമൂഹം ആ നിലക്ക് തന്നെ കാണണമെന്നാണ് പറയാൻ സാധിക്കുക. ഇപ്പോൾ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി നിലവിൽ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹം ഒരു വിഷയം നടന്ന സമയത്ത്, ഈ രാജ്യത്തിന് എതിരെ എന്ന് പറയാവുന്ന തരത്തിൽ ഒരു കലാപം നടന്ന സമയത്ത് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമെന്നോ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ രണ്ട് പക്ഷമുണ്ട്, അതെന്തോ ആകട്ടെ. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തിന്മേൽ കേസെടുക്കുകയും 60 വയസ്സ് പിന്നിട്ട ഒരു വയോവൃദ്ധനെ രാത്രി വീട്ടിൽ നിന്നും പിടിച്ചിറക്കി എറണാകുളത്തു നിന്നും തിരുവനന്തപുരം വരെ കൊണ്ടുപോവുകയും 3 വർഷം വരെ തടവ് ശിക്ഷ മാത്രം ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റമാണ്. ഒരു കൊടും കുറ്റവാളിയെപ്പോലെയാണ് കൊണ്ടുപോയത്. ഇതിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സംഘടനാ സംവിധാനത്തിനടക്കം പിന്തുണ കിട്ടിയോ എന്നുള്ള ചോദ്യം താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അത് തള്ളിക്കളയാനും പറ്റുന്നതല്ല. എന്താണ് ഇപ്പോഴത്തെ നിലപാട്? TGയോടുള്ള നിലപാട് എന്താണ്? മുൻപത്തേതുപോലെ തള്ളിപ്പറയുക എന്നുള്ളത് തന്നെയാണോ, അതോ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിക്കാനാണോ തീരുമാനം? ഇതിൽ TGയെ തള്ളിപ്പറയുക എന്നുള്ളത് ആ നിലക്കല്ല. TG പറഞ്ഞ അഭിപ്രായത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ഉള്ള ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഉണ്ടായി എന്നുള്ളതാണ്. അതവിടെ കിടക്കട്ടെ, അത് മറ്റൊരു വിഷയം. TG മോഹൻദാസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഞാൻ സൂചിപ്പിച്ച തരത്തിൽ ഈ ദേശവിരുദ്ധമായ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിശക്തമായി അതിനെ പ്രതിരോധിക്കുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകനാണ് TG മോഹൻദാസ്. അദ്ദേഹം കേവലം എന്തെങ്കിലും വായക്ക് വന്നത് കോതക്ക് പാട്ട് എന്ന നിലക്ക് പറയുന്ന ആളല്ല. പഠനം നടത്തി, ഗവേഷണം നടത്തി ജനസമക്ഷം ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ CJP നടത്തിയ സമരത്തെക്കുറിച്ച് നോക്കൂ. ആ സമരമുഖത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? സമരത്തിന് ആധാരമായ കാരണങ്ങളെ നമ്മൾ നിഷേധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സമരമുയർത്തിയ വിഷയത്തെക്കുറിച്ച് ആകുലത പൂണ്ട് കഴിയുന്ന യുവസമൂഹത്തിൻ്റെ വികാരത്തെ 100% ഉൾക്കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും. ആ നിലക്കുള്ള പ്രതികരണങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്നാവട്ടെ, സംഘത്തിൻ്റെ പരംപൂജനീയ സർസംഘചാലകനിൽ നിന്നാവട്ടെ, അങ്ങനെയുള്ള പരാമർശങ്ങളാണ് വന്നത്. അത് ആ വഴിക്ക് പോകുന്നു. പക്ഷേ ആ സമരത്തിൽ ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടത് എന്താണ്? എവിടെ നിന്നൊക്കെയോ വന്നു ചേർന്ന്. അപ്പോൾ ദുബായിൽ നിന്ന് പോലും ജനം TV തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ദുബായിൽ കച്ചവടം നടത്തുന്ന ഒരാൾ അയാളുടെ സ്വന്തം ചെലവിൽ 10-20 പേരെ ഇവിടേക്ക് അയക്കുകയും അവർ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയ സംഭവം എന്താണ് എന്ന് നമ്മുടെ ജനങ്ങളെ കാണിച്ചതുമാണ്. അപ്പോൾ
അപ്പോൾ ആ നിലക്കൊക്കെ വഴിതിരിച്ച് വിടാൻ പറ്റുമായിരുന്ന, അല്ലെങ്കിൽ ഒരു വലിയൊരു കലാപത്തിന് തന്നെ കോപ്പ് കൂട്ടിയിരുന്ന, രാജ്യ തലസ്ഥാനത്ത് അസ്ഥിരതയാണ്, അസ്വസ്ഥതയാണ്, സംഘർഷമാണ് എന്ന് വിദേശത്തുള്ള ആളുകൾക്ക് തോന്നാവുന്ന തരത്തിലുള്ള ആഖ്യാനങ്ങളൊക്കെ സൃഷ്ടിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഒരു സമരം, ആ സമരത്തിൽ ഉയർത്തിയ ശരിയായ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കലാപത്തിലേക്ക് സമൂഹത്തെ എത്തിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, അതിനെ പരാമർശിച്ചുകൊണ്ടാണ് TG പറഞ്ഞത് ഞാനായിരുന്നു എങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിഷ്കാരം എന്ന് നമ്മൾ പറയാവുന്ന തരത്തിലുള്ളൊരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ ആ നിലക്ക് കാണുക എന്നതിനപ്പുറത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 60 വയസ്സില്ല, അദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞ പ്രായത്തിൻ്റെ അവശതകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ആരോഗ്യം കൊണ്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും രാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു, വലിയൊരു കുറ്റവാളിയെ പോലെ ജനക്കൂട്ടത്തിനിടയിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നു, ജയിലിൽ പാർപ്പിക്കുന്നു. ഇതൊക്കെ എന്താണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്? ഇതിനേക്കാൾ മാരകമായ വിഷം വമിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയവർ, പ്രസ്താവനകൾ നടത്തിയവർ സ്വൈര്യമായി വിഹരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പ്രധാനമന്ത്രിയെക്കുറിച്ച് വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച, ഇപ്പം ചാണകത്തലയൻ എന്നുവരെ വിളിക്കുന്ന മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുകയാണ്. ഇതൊന്നും ആരും കാണുന്നില്ല. പകരം TG മോഹൻദാസ് ഇന്നത് പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിരന്തരമായി ക്രൂശിക്കണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് അത് TG മോഹൻദാസിനോടുള്ളൊരു വിരോധമാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അദ്ദേഹത്തിലൂടെ എന്താണോ ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്ന ആശയം, അതിനെ തമസ്കരിക്കാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ നിഗ്രഹിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമമായിട്ടാണ് അതിനെ കാണുന്നത്. തീർച്ചയായും നിലവിലിപ്പോൾ VD സവർക്കറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി മുന്നിലുള്ളത്. അത് നാളെ രാജ്യസഭയിൽ ഉന്നയിക്കും എന്നാണ് C സദാനന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം S ശ്രീകാന്ത്, ജനം, ഡൽഹി.